ഇനി നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി റെഡിയാക്കി എടുത്താലോ. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ മസാല നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 സവാള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ മറന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്താണ്. അപ്പോൾ നമുക്കിനി എന്തായാലും തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5-6 പച്ചമുളകും കൂടി നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും അതിൻ്റെ പകുതിയൊക്കെ ആയിട്ട് പുതിനയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വീണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു മസാല ഓരോ പീസിലും നന്നായിട്ട് കോട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള ഗീ റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. 4-5 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 2-3 പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ അരി അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഞാൻ 3.5 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്നുള്ള അളവിൽ 3.5 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് 7 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ മസാല ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിലുള്ള ഒരു വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ കുക്കായി വരും. അപ്പോഴേക്കും നമ്മൾ ഗീ റൈസ് റെഡിയാക്കാൻ വേണ്ടി വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 3.5 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് കൈമ റൈസ് എടുത്താലും മതി. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ചോറവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ മസാലയുടെ കറക്റ്റായിട്ട് തന്നെ അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റൈസ് ഒന്ന് നോക്കാം. ഗീ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഗീ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈസ് മസാലയുടെ മുകളിലായിട്ട് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ ഇതാ റൈസ് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂസും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ദമ്മിലിട്ടിട്ടെടുക്കാം. ഞാനിവിടെ പഴയൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരമണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള റൈസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. 3/4 ഭാഗത്തോളം റൈസ് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ കറക്റ്റായിട്ട് തന്നെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ബിരിയാണി ആണിട്ടത്. അപ്പോൾ ഈ ഒരു ബിരിയാണി എല്ലാവരും എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്